യുവതീ പ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ തുടർ നടപടികൾ നിർണായകമാണ്. യുവതീ പ്രവേശനത്തിന് അനുകൂലമായ മുൻ നിലപാട് തിരുത്താനാണ് സാധ്യത. മാർച്ച് 15 മുൻപ് സർക്കാർ നിലപാട് എഴുതി നൽകേണ്ട സാഹചര്യമുള്ളതിനാൽ അടുത്ത CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്യും. TV പ്രസാദ് നൽകും വിശദാംശങ്ങൾ. പ്രസാദ്, തെരഞ്ഞെടുപ്പ് കാലത്തായിരിക്കും കോടതിയിൽ ശക്തമായ വാദപ്രതിവാദങ്ങൾ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടാവുക. തെരഞ്ഞെടുപ്പാണ്, സമുദായ സംഘടനകളുടെ സമ്മർദ്ദമുണ്ട് ഈ വിഷയത്തിൽ. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് നിർണായകമാണ്. പിന്നോട്ടാണ് എന്നുള്ള സൂചനകളാണോ ലഭ്യമാകുന്നത്? ഗുഡ് മോർണിംഗ് ശ്രുതി, കീർത്തന പറഞ്ഞതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുന്നതിനിടയിലാണ് യുവതീ പ്രവേശന വിഷയവും സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത്. അത് പരിഗണനയിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ വലിയ ഞെട്ടലുണ്ടാകുന്നത് അത് സംസ്ഥാനത്ത് ഭരിക്കുന്ന സർക്കാരിനും അതുപോലെ തന്നെ CPIMനുമാണ്. കാരണം നമുക്കറിയാവുന്നതുപോലെ നേരത്തെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലെടുത്ത നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് വലിയ വിമർശനം സർക്കാരിനും CPIMനും കേൾക്കേണ്ടി വന്നതും. അത് കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയത്തിന് കാരണമായി എന്ന വിലയിരുത്തൽ CPIM തന്നെ നടത്തുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമം ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് തങ്ങൾ ഭക്തർക്കൊപ്പമാണ് എന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ CPIMും LDF സർക്കാരും തയ്യാറായത്. ഇപ്പോഴുള്ള ഘട്ടം ഈ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുമ്പോൾ മാർച്ച് മാസം 15 മുമ്പ് സർക്കാരിൻ്റെ നിലപാട് സുപ്രീം കോടതിയെ അറിയിക്കണം എന്നുള്ളതാണ്.